കോട്ടം കറങ്ങാവേ. നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഹത്തയിലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഞാവൽപ്പഴം വന്നോന്ന് ആരോ ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ നമ്മൾ ഞാവൽപ്പഴം പറിക്കാൻ പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് നമ്മൾ ഞാവൽപ്പഴമൊക്കെ പിച്ചി മറ്റേ കുഞ്ഞു വലിയ സൈസ് ചെറിയ സൈസാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് നമുക്ക് നോക്കാം ഞാവൽപ്പഴം അവിടെ ഉണ്ടാവും. ഞങ്ങൾ പറിക്കുമ്പോൾ വീഡിയോ എടുക്കാം. അതെ. പിന്നെ ഒരു കട്ട്ലേറ്റ് ഒരു ബ്രെഡ് പോക്കറ്റ് അരിക്കോടാണ്. ചായ കുടിച്ചോ? അയ്യോ മറ്റേ വീട് മല പണ്ട് വരയ്ക്കൂലോ നമ്മള്. ഹലോ ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഗസ് ചെയ്യാമോ എങ്ങോട്ടാ പോകുന്നെന്ന്? അല്ല ഞങ്ങള് പറഞ്ഞു ഒന്നുകൂടി പറയാവേ. വേണ്ട കട്ട് ചെയ്യണ്ട, കട്ടിട്ട് പൊക്കോട്ടെ കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഹത്തയിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ മറ്റേ ഓക്കെ. നമ്മള് ഞാവൽപ്പഴം ഇപ്പോൾ പോകുന്നത് ഹത്തയിലോട്ടാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഹത്തയിലാണ്. ഹത്തയുടെ ഞാവൽ പഴമാണ്. ഞങ്ങള് ലാസ്റ്റ് ഇയറിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഹത്തയില്. അപ്പം വലിയ ഞാവൽപ്പഴം അല്ല, കുഞ്ഞു കുഞ്ഞു ഞാവൽപ്പഴം ഇഷ്ടംപോലെ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ചെയ്യാം. ഞങ്ങളല്ല നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കാണിച്ചു തരാം. ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ട് ഇങ്ങനെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നു. നമ്മൾ അങ്ങോട്ട് ഇതുണ്ടായിരുന്നു. ഇനി അതല്ലെങ്കിൽ വേറൊരു സ്പോട്ട് നമ്മുടെ കയ്യിലുണ്ട്, ഓപ്ഷൻ ബി. അപ്പം ഞാവൽപ്പഴമുള്ളൂ. ഇവിടെ പ്ലാൻ എ ആണെങ്കിൽ അടുത്ത പ്ലാൻ ബി നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്ററും നമ്മുടെ പൊന്നോമനയും കണ്ണിലുണ്ണിയുമായ നമ്മുടെ നിഹാൽ സംസാരിക്കുന്നതാണ്. ട്രിപ്പ് കോർഡിനേറ്ററിന് കൊടുക്കൂ. ഓ സോറി കാരണം കോർഡിനേറ്റർക്ക് ഇപ്പോ കുറച്ച് സമയത്തേക്ക് സംസാരിക്കാൻ പറ്റൂല. കാരണം ആള് നോമ്പിലാണ്. മോഷിച്ചല്ലോട്ടോ, നോമ്പാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 7 മണി 7:30 കഴിയുമ്പോഴത്തേന് കോർഡിനേറ്ററിനെ നമുക്ക് കിട്ടും. അപ്പൊ അതുവരെ നമുക്ക് സംസാരിക്കാം. ഹത്തയിലെ ഞാവൽപ്പഴം. ഹത്തയിലെ ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ഞാവൽപ്പഴത്തിന് അവനക്ക് മൈക്ക് കൊടുക്കുക ഉണ്ട് അവിടെ ചേട്ടന് മൈക്ക് തരാം. മൈക്ക് കട്ടിണ്ട മൈക്ക് പാവത്തിന് മൈക്കില്ല. അല്ലല്ല ഞാൻ തരാം. വെച്ചോ നമ്മുടെ സംസാരിക്കുന്ന ചേട്ടന് ശ്രീതേട്ടന് മൈക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പരാതി. അതൊന്നും കേക്കട്ട. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഹത്തയിലെ ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ ചെയ്യണ്ട, അത് കണക്ട് ആയി കഴിഞ്ഞാണോ. അപ്പൊ നമ്മൾ ആദ്യമായി അതിന്റെ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് നമ്മുടെ സോനാപൂരെ നമ്മുടെ ആൾക്കാരാണ്. കാരണം ഇത്ര
വളക്കൂറുള്ള മണ്ണും ഏ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണ്. അപ്പൊ അല്ല ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. കൊച്ചാണോ ചെന്ന് അല്ല, ഈ ഞാവൽപ്പഴത്തിന് ഒരു പ്രത്യേക ഞാവൽപ്പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. അത് അളിയൻ കറക്റ്റ് ആയിട്ട് രുചിച്ച് പറയും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ രുചിക്കാനും അതിന്റെ ടേസ്റ്റ് പറയാനും അളിയനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. അതൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങോട്ട് പോവാണ്. ഇല്ല, റഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങൾ ഇതുപോലെ മരത്തിന്റെ മേലിലൊക്കെ അതെ, നമ്മള് മരത്തിന്റെ മുകളിൽ കേറി പിന്നെ ചേട്ടനും കയറിയിരുന്നു കേട്ടോ. നല്ല ഒരു മരം കയറിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണ് വെച്ച് 6 മണി അതെ, ചേട്ടൻ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല. പക്ഷെ ഈ കാണാത്ത കണ്ണുകൊണ്ട് ചേട്ടൻ കേറി എന്റെ മുകളിൽ. രാത്രി 10 മണിക്ക് ഞാൻ ഇന്ന് കറക്റ്റ് ആ വീഡിയോ നോക്കിയപ്പോഴത്തേക്കും രാത്രി 9:30-10 മണിക്കാണ് ഞങ്ങൾ കയറിയത് പറിച്ചോണ്ടിരുന്നത്. രാത്രി കാലങ്ങളിൽ മരം കയറും അതൊക്കെ പണ്ടുള്ള വിനോദമായിരുന്നു. ഇപ്പൊ അതില്ല. പണ്ടേ ഒരു മരം കയറിയായിരുന്നു. മരവും മതിലും നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ അത് വേറെ അടുത്ത പ്രശ്നങ്ങളിലോട്ട് വഴിതെളിക്കും. അത് കാരണം നമുക്ക് ആ ടോക്ക് ഇവിടെ നിർത്താം. പിന്നെ പല മതിലുകളും ചാടിക്കിടന്നവനാണ് ഈ ഉണ്ണി. പിന്നെ നമ്മുടെ മതിലായിട്ടൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല ഗൈസ്. അല്ല, അങ്ങനെയില്ല. അത് ഞാൻ ഒരു ഇതിന്റെ കൂടെ ഒരു തള്ള് എന്ന രീതിയിൽ പറഞ്ഞാണ്. അത് വേറെ കാര്യം. അതേപോലെ ഞങ്ങളുടെ ലാസ്റ്റ് ഹത്ത വ്ളോഗ് എടുത്തിട്ട് കുറെ ആയി. അത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാല് അതിനകത്ത് നമ്മള് മറ്റേ പാട്ട് വണ്ടിയിൽ പാടിട്ടുണ്ടായിരുന്നു. നമ്മളത് പാടി ഒക്കെ ചെയ്തോണ്ട് കോപ്പി റൈറ്റ് അടിച്ചിട്ടുണ്ട് ആ വീഡിയോക്ക്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഇനി അങ്ങോട്ട് നമ്മളത് ശ്രദ്ധിക്കുന്നതായിരിക്കും. പിന്നെന്താണ് അതേപോലെ നമ്മുടെ ഒമാനിൽ നമ്മള് 2 ദിവസം ഉണ്ടായിരുന്നു. ആ 3ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പോന്നു. പക്ഷേ അതല്ല ഒമാനില് നമ്മള് പോയതിന്റെ ഫസ്റ്റ് 1 ദിവസത്തെ ആണോ 2 ദിവസത്തെ ആണോ വീഡിയോ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മളത് എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം. അല്ല, അതിൽ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കുറെ പ്ലാൻ ചെയ്ത് ഒന്നും നടക്കാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്. ആക്ച്വലി സലാല ട്രിപ്പ് നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ 3 ദിവസത്തേക്ക് പോയിട്ട് 2 ദിവസം തൊട്ട് തിരിച്ചു പോന്നു. നമ്മള് എന്തായാലും ഈ അവിടുത്തെ സീസൺ പീക്ക് ആവുമ്പോ നമ്മൾ പോണെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം. അല്ലല്ല അതല്ല അതല്ല, നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഞങ്ങൾ ഇനി പോകുമ്പോ ഉള്ള വീഡിയോ മതിയോ? ഞങ്ങളൊരു ഗീവ് വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇതിൽ കമന്റ് ഇടണം. നമ്മൾ എന്തായാലും പോകാനെന്ന് വിചാരിക്കുന്നുണ്ട്, അറിയില്ല. അപ്പം ആ വീഡിയോ മതിയോ, ആ വീഡിയോ മതിയോ അതോ നമ്മൾ ലാസ്റ്റ് ടൈം പോയി ബ്ലൂപ്പർ ആയ ആ വീഡിയോ ഇതിലിടണം? പക്ഷെ എനിക്കൊന്ന് ഒരുപാട് ഇതില്ല, എന്നാലും ആ 1-2 ദിവസത്തെ വീഡിയോസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പോകുന്നതും അവിടെ ചെന്നതും അങ്ങനെ കുറച്ച് ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇടണം. അത് കുറച്ച് അതായത് നമ്മൾ പ്ലാൻ ചെയ്ത കുറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പൊ അടുത്തായി വേറെ എനിക്കൊരു കാര്യം, ആ വീഡിയോയില് പല മണ്ടത്തരങ്ങളുണ്ട്. അപ്പം ആ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്തിടണോ വേണ്ടേന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആകാത്തോണ്ടാണ് നമ്മളത് വീഡിയോ ഇടാത്തത്. അപ്പം നിങ്ങൾ കമന്റ് ഇടും. ഓക്കെ, കമന്റിലോ ക്രിക്കറ്റ് വീഡിയോ വരുന്നതാണ്. 2 ക്യാപ്റ്റന്മാരും 2 ടീമുകളും ആയിട്ടുള്ള ഒരു നല്ലൊരു മാച്ച് ഉണ്ടായിരിക്കാം. നമ്മൾ ടർഫിൽ പോയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിൽ ചില ഇപ്പൊ നിലവിൽ നമുക്ക് ഇവിടെ കുറച്ച് ഞങ്ങളാണ് വലിയ ആൾക്കാര്, ഞങ്ങളാണ് വലിയ ഇതുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ക്രിക്കറ്റിന്റെ കളിയുടെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഞങ്ങൾ ഇടുന്നതാണ്. ഓക്കെ, ക്രിക്കറ്റ് കളിക്കാൻ അറിയാൻ മേലാത്തോണ്ടല്ല, പിള്ളേരല്ലേന്നോർത്ത് നമ്മൾ വിട്ട് കളഞ്ഞാണ്. ആക്ച്വലി നമ്മളെല്ലാ വീക്കെൻഡില് സൺഡേസിലും നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതിന്റെ റിലേറ്റഡ് ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ കൂടെ കളിക്കുന്ന എല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, വിരാട് കോഹ്ലി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു
ഉറ്റ സുഹൃത്തും വഴികാട്ടിയുമായ വഴികാട്ടി പറഞ്ഞ വഴി മറ്റേ ഡ്രൈവർ കഴിഞ്ഞ ദിവസം ഒരു സൈഡിൽ അടിപൊളി ബാറ്റ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി. നമ്മൾ ബാറ്റും മേടിച്ച് ഓഫറിൽ കിട്ടിയപ്പോ നമ്മൾ മേടിച്ച് അല്ലേ ലിയ? മേടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ എന്തോ ആവുന്നില്ല, ഓൺ ദ സ്പോട്ടിൽ ലോക്കൽ അറബികൾ പിടിച്ച് നമ്മള് വട്ടയിട്ട് വളഞ്ഞ്. അവിടെ കളിക്കാൻ പറ്റത്തില്ല, അവിടെ പിള്ളേരുടെ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞങ്ങളൊക്കെ കളിച്ച കുഴപ്പമില്ല, ആ ചങ്ങയൊക്കെ വയറും തള്ളി കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് മുതിർന്നവരല്ലെന്ന് പറഞ്ഞ അവിടെ ആദ്യം പറഞ്ഞിട്ട് അത് വേറെ കാര്യം. പിന്നെ അത് നമ്മൾ പറയുന്നത് നമ്മളാരെയും ബോഡി ഷേമിങ്ങിനും അതിനൊന്നും നമുക്ക് താല്പര്യമില്ല, കാരണം അത് വൻ കുറ്റമാണ്. നിൽക്കുന്ന ഒരാളാണ്, അങ്ങനെ നമുക്ക് ആരെയും നമ്മൾ പറയാൻ പറ്റില്ല. പിന്നെ തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അഭിവാദിക്കേണ്ടത് ഒരു അത്യാവശ്യം അഭിവാജ്യ ഘടകമാണ്. അപ്പൊ നമ്മള് മറ്റേ ഇതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ടോപ്പിക്കിന്ന് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വഴിമാറരുത്, വഴിതിരിച്ച് ഒരിക്കലും പോകരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ മൊത്തത്തില് വീക്കെൻഡില് നമ്മൾ ഹത്തയിൽ പോയിട്ട് എന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. അതെ, നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. നമ്മള് ട്രൈപോഡ് എടുക്കാൻ വിട്ടുപോയി. നമ്മുടെ മറ്റേ എന്താണ് അതിന്റെ പേരെന്താണ്, ട്രിപ്പ് പ്ലാനർ ഒരു മറ്റേ ആലിപ്പഴം കൊതിയ നാട്ടിൽ നിന്ന് വരെ ഞാവൽപ്പഴം ഇമ്പോർട്ട് ചെയ്യാനുള്ള പരിപാടി ആള് നോക്കുന്നുണ്ട് കേട്ടോ. വലിയ ഇതാണേലും പുള്ളി പൈസ കൊടുത്ത് ഞാവൽപ്പഴം മേടിച്ച് നുണയുന്ന ഒരു കൊതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് ഒരു 7-10 കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ മറുപടി കിട്ടുന്നതാണ് നമുക്ക്. അതെ, ഇപ്പൊ നോമ്പായതുകൊണ്ട് മാത്രം നമ്മുടെ കോർഡിനേറ്റർ മിണ്ടാതെ ഇരിക്കുകയാണ്. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെല്ലാം വായിൽ നാക്കൊണ്ടോന്ന് പോലും ഇപ്പൊ അറിയത്തില്ല. അല്ല, അത് ചിലപ്പോ എന്താണെന്നറിയോ, ഈ വണ്ടിക്കാണെങ്കിൽ പെട്രോൾ അടിക്കാം, അല്ലെങ്കിൽ വേറെ ഫുഡ് അടിച്ചാലേ അത് വണ്ടി ഓടത്തുള്ളൂ കറക്റ്റ് ആയിട്ട്. വേറെ 2 സഡൻ ബ്രേക്കും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അതെല്ലാം ഒരു ഇതിന്റെ വൈബായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കരുതി ഇതെല്ലാം. അതെ, ഇടയ്ക്ക് വെച്ച് 2 വട്ടം വണ്ടി സഡൻ ആയിട്ടൊന്ന് ബ്രേക്ക് കിട്ടു. ഈ ബാക്കി ഇരുന്ന ടിഷ്യൂ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ തലയിൽ. കാര്യം പറയുമ്പോ കൺട്രോൾ പോകുന്നതാണ് പറഞ്ഞത്. സത്യം ഇവരാരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പാവങ്ങള് രാവിലെ തൊട്ട് ഇന്നലെ തൊട്ട് മറ്റേ നോമ്പാണ്. ഇപ്പൊ 7 മണി കഴിഞ്ഞല്ലേ, 7 മണി കഴിഞ്ഞേ ഒരു നോമ്പ് ഉറക്കുള്ളൂ. അപ്പം അത് അവര് നല്ല ക്ഷീണമുണ്ട്. ചേട്ടന് വണ്ടി ഓടിക്കുന്ന ചേട്ടനും നോമ്പാണ്. നമ്മള് നേരത്തെ കണ്ടില്ലേ നമ്മള് സ്നാക്സ് വാങ്ങിക്കുന്നേ, അത് ഇവർക്ക് നോമ്പ് തുറക്കാനാണ് കേട്ടോ, അല്ല ഞങ്ങൾക്ക് വെറുതെ തിന്നാനല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, നമ്മള് കുറച്ച് ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് നമ്മൾ 3 പേരും. ഓക്കെ, അതെ, ഇവർക്ക് തിന്നാനാണ് കേട്ടോ, നോമ്പ് തുറക്കാനാണ്. ഇതെന്ത് സാധനം? മക്രോണി, പഴംപൊരി, നമുക്ക് വാങ്ങിച്ചല്ലോ കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ ഈ കുഞ്ഞിപ്പത്തല്. അല്ല, ഞാന് ആലപ്പുഴയാണ്, ഇവര് രണ്ടുപേരും കോട്ടയാണ്. ഇവര് ഒരാള് മലപ്പുറം, ഒരാള് കാസർഗോഡ് ബോർഡർ, കണ്ണൂര് കാസർഗോഡ്. അപ്പം ഇവിടെ വരുന്നവരെ എനിക്ക് ഈ കുഞ്ഞിപ്പത്തൽ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയത്തില്ല, ഉന്നക്കായ എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ എനിക്ക് തോന്നുന്നില്ല അവിടെ ആ ഏരിയയിലൊക്കെ അവിടെ അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴത് അപ്പം ഗീ റൈസ് ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, ഗീ റൈസ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ കുഞ്ഞിപ്പത്തല്, മറ്റേന്താണ് ഉന്നക്കായ, ഉന്നക്കായ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ കല്ലുമ്മക്കായ വെച്ചിട്ട്, അതിനെന്താ പറയണേ, എന്ത് ചേട്ടാ പറയണേ, കല്ലുമ്മക്കായ വെച്ചിട്ട് വരെ തോടൊക്കെ ഉള്ള സാധനം. ഈ കല്ലുമ്മക്കായ പൊരിച്ച സാധനം ഉണ്ട്. അതൊന്നും ഈ ഫുഡ് ഐറ്റംസ് എപ്പോഴും നോൺ വെജ് മലബാർ സൈഡ് ആണ്. അതായത് ഈ എന്താ പറയാ, 12 മിനിറ്റ് കൈ പൊക്കി പിടിച്ചിരിക്കുന്നു. സോറി, നമ്മള് ട്രൈപോഡ് എടുക്കാൻ വിട്ടുപോയി. അപ്പൊ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ഗൈസ് നമ്മളിപ്പോ ട്രൈപോഡ് യൂസ് ചെയ്യുന്നത്. അതായത് എന്ത് പറഞ്ഞോണ്ടിരുന്നേ, അപ്പം നമ്മുടെ ആ ഏരിയയിലോട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് അങ്ങനെ ഈ മലപ്പുറം മലബാർ ഏരിയയിലോട്ടുള്ള ടൈപ്പ് അത്രയും
മറ്റേ വിപുലമായ സ്നാക്സ് ഒന്നും നമുക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ. നമ്മ അവിടെ മറ്റേ പഴംപൊരി വീട്ടിൽ പട്ടിണി ദാരിദ്ര്യമൊക്കെ ഉള്ള കുടുംബത്തിലാണ് കേസ്. നമ്മൾ പുറത്ത് പോകുമ്പോ നമുക്ക് അവിടെ ആണെങ്കിലും ഈ കട്ട്ലേറ്റ് പപ്സ് മറ്റേ എന്താണ് പഴംപൊരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, സമൂസ അതൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ ഇവിടെ ഉള്ള പോലെ മറ്റേ ചേട്ടാ മുട്ടയൊക്കെ ഇട്ടിട്ട് ഏത്തക്കൊക്കെ ഇട്ടിട്ട് ഉണ്ടാകുന്നതിന് എന്താ പറയുന്നേ, ഒരു മുറിച്ചെടുക്കത്തില്ലേ കിണ്ണത്തപ്പം പോലെ, കായ്പോള എന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കുറവാണ്, അതാ പറഞ്ഞേ. അപ്പം ഇവരുടെ അവിടെ കുറേ സ്നാക്സ് ഉണ്ട്. വെള്ള സാധനത്തിന്റെ പേര് വെള്ള വട്ടയപ്പം. അന്നത്തെ കാര്യം അത് പറഞ്ഞപ്പോഴാ ഈ പണ്ടാരം അപ്പൊ അത് പറഞ്ഞപ്പോഴാ ഈ ഞങ്ങള് ഇത്രയും പേരും പല പല സ്ഥലം ആയതുകൊണ്ട് ഓരോ സാധനങ്ങൾക്കും എല്ലാവരുടെയും നാട്ടിൽ പറയുന്ന പേര് പലതാട്ടോ. അപ്പം ഞങ്ങൾ അതൊരു വീഡിയോ ആയിട്ടിടാം. കാരണം മിക്ക സാധനങ്ങളും എന്റെ അവിടെ പറയുന്ന അതേ പേരായിരിക്കത്തില്ല ഇവരവിടെ പറയുന്നതായിരിക്കത്തില്ല അവരവിടെ. അപ്പം അതിന്റെ നമ്മൾ വീഡിയോ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതും നിങ്ങൾ ജസ്റ്റ് കമന്റ് ഇട്, വേണോ വേണ്ടേ. കമന്റ് ഇട്ടാലില്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അല്ല മറ്റേ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വീഡിയോ ഉണ്ട്. അല്ല കഴിഞ്ഞ ദിവസം അങ്ങനൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ആ പയ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ഈ വീഡിയോ പറയുമ്പോ ഉണ്ടല്ലോ ഈ ഫ്രണ്ടിൽ കുറച്ചുപേര് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും ഒന്ന് എണ്ണിക്കാൻ. എണീറ്റ് അല്ല നമ്മളെ വീഡിയോ കാണുമ്പോ ഇല്ലേ ആൾക്കാര് ഫ്രണ്ടിൽ കുറച്ചൊരു കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും എണീക്കാന്. അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പൊ പറഞ്ഞു വന്നത് നമ്മ അവിടെ സ്നാക്സ് കുറവ്, ഇവരുടെ അവിടെ കുറേ സ്നാക്സും കാര്യങ്ങളും. ഞാൻ അങ്ങനെ കുറേ സ്നാക്സ് ഒക്കെ ഇവിടെ വന്നിട്ടാ കഴിക്കണേ. ഞാൻ എന്റെ കൈ ഇട്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇത് മറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പൊ ഗൈസ് ഞാന് കഴിഞ്ഞ കുറച്ച് ഫുള്ള് സജഷൻ വരുന്നത് ലബൂബിനെ കുറിച്ച്. ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു വീഡിയോ കണ്ടപ്പോൾ ലബൂബിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് അത് എടുത്ത് നോക്കി. എനിക്ക് തോന്നുന്നു ഞാൻ ആർക്കും അത് ഷെയർ ചെയ്തു ലബൂബിൻ്റെ വീഡിയോ. അതിനുശേഷം എനിക്ക് ഇൻസ്റ്റയിൽ വരുന്ന സജഷനും റീലും എല്ലാം ലബൂബിനെ കുറിച്ചാണ്. ആള് മറ്റേ ലബൂബ് വിൽക്കുന്ന ആള് ഭയങ്കര എത്ര ബില്യൺ ഇത് പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ലബൂബിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതാരും വാങ്ങരുത്, വാങ്ങിയവർക്കൊക്കെ എന്തൊക്കെയോ പണി കിട്ടിയെന്ന് കേട്ട്. അത് ഞാനിപ്പോഴാണോ കേൾക്കുന്നത്. കാരണം ഞാൻ ഇവിടെ ഈ കടയിൽ ഈ ലബൂബിനെ കണ്ടു. ലബൂബിൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഈ സാധനം എനിക്കും വേണം എന്നുണ്ടായിരുന്നു കേട്ടോ, ഈ പണ്ടാരം. അപ്പം ഞാനിത് വാങ്ങിക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞ ആ സാധനം ഞാൻ വണ്ടിയിലോട്ട് കയറ്റൂലെന്ന്. കാരണം ഇത് വാങ്ങി എനിക്കറിയില്ല കേട്ടോ, ഇത് സത്യമാണോ അല്ലെന്നറിയില്ല. ഈ ലബൂബ് വാങ്ങി കുറേ പേർക്ക് എന്തോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഇവര് പറയുന്നു. എനിക്കറിയില്ല സത്യമാണോ അല്ലേന്ന്. നമുക്ക് ചോദിച്ചേക്കാം. ചേട്ടാ, ലബൂബ് വാങ്ങിയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായത് പറഞ്ഞ സത്യമാണ്? കേട്ടിട്ടുണ്ട്, എന്താന്ന് അറിയില്ല. ചേട്ടാ എന്നോട് പറഞ്ഞ സാധനം വണ്ടിയിൽ കയറ്റരുതെന്ന്. നോക്ക്, സത്യമാണോ ഈ ലബൂബ് വാങ്ങിയിട്ട് എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞേ? പറയാൻ പറ്റത്തില്ല. ഇവര് ചിലപ്പോ നമുക്ക് വാങ്ങിച്ചു തരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ അറിയില്ല. ഐഷു പറയുന്നത് ഞങ്ങക്ക് വാങ്ങിച്ചു തരാതിരിക്കാൻ വേണ്ടി പറയാം. എന്റെ പൊന്നു കുഞ്ഞ്, അതൊന്നുമല്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അല്ല, അത് വാങ്ങിച്ചിട്ട് പലർക്കും ഈ സ്ഥലങ്ങളിൽ വെച്ചിട്ട് പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് തരാം. ഇവരായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല കേട്ടോ. ഇവര് വേണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങി തരാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പൈസ ചെലവാക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ജൂനിയർ മാൻഡ്രക്കില്ലേ, അതുപോലത്തെ സാധനമായിരിക്കും. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ലബൂ വാങ്ങിച്ച് കുറെ പേർക്ക് ഇങ്ങനെ അതെ. അപ്പം ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല്
ഈ ലബൂബ് വാങ്ങിച്ച ആർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ, എല്ലാവരും ലബൂബ് മേടിച്ചിരിക്കുന്ന ആൾക്കാർ. ഓ കൊള്ളാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 1-2 റീല് കണ്ടു ലബൂബിന്റെ. അപ്പൊ ഞാൻ ആർക്കും ഷെയർ ചെയ്തു. ഇതിന്റെ ഇവിടെ ലെഫ്റ്റ് ഇപ്പൊ വണ്ടി വരുന്നുണ്ടോ? അത് പെട്രോൾ പമ്പാ ആണ്. നന്നായിട്ട് ഇപ്പുറത്ത് വേറെ വല്ല വഴി ഉണ്ടോ നോക്കി. ആ ചെങ്ങായി അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ആ കഫറ്റീരിയ ആണോ അളിയാ? ഏതൊരു കഫറ്റീരിയ? ചിക്കൻ. അപ്പോൾ ലബൂബു അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ റീല്, ഞാൻ ഇതിന്റെ അടുപ്പിൽ വെച്ച് എന്തൊക്കെയോ റീല് കാണുന്നുണ്ടായിരുന്നു. ഇതേത് ഏരിയ? ലബൂബു അല്ല, നമ്മൾ അന്ന് പോയ വേറെ സ്ഥലത്തല്ലേ? ആക്ച്വലി ഗൈസ്, നമ്മൾ ലാസ്റ്റ് ടൈം പോയത് നല്ലൊരു ഏരിയയിലായിരുന്നു കേട്ടോ, ഈ ഞാവൽപ്പഴം പറിക്കാനായിട്ട്. ഇതിപ്പം വേറെ ഏതോ സ്ഥലം. ഞാനിതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഇതാണ്. ആക്ച്വലി നമുക്ക് കിട്ടാനുള്ളത് ഓൾറെഡി കിട്ടിയിരിക്കണോ. അപ്പം ഞാൻ ഓൾറെഡി ഇത് എക്സ്പെക്ട് ചെയ്ത് വന്ന കാരണം എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. ഗ്ലാസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല. അപ്പം ദുബായിൽ നിന്ന് കീസ് മേടിച്ചുകൊണ്ട് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. കീസ് എന്ന് പറഞ്ഞാൽ ഷിമ്മിക്കൂട്. അതാ കണ്ടോ, പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ടോ? ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കിലോ കണക്കിന് കൊണ്ടുപോകാനായിട്ട് വന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്താ സംഭവിച്ചു വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടായില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എടുത്ത വീഡിയോസോ ഫോട്ടോസോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ഇടാട്ടോ. നമ്മൾ എന്തുമാത്രം നമ്മള് എടുത്തു എന്നുള്ളത് കാണിച്ചു തരാം. അതൊരു കമ്പനി ഇഷ്ടംപോലെ നമുക്ക് കിട്ടുമായിരുന്നു. നമുക്കൊരു മിനിമം ഒരു 4-5 കിലോ എങ്കിലും കിട്ടിയിട്ടുണ്ട്. 4-5 കിലോ ഒന്നുമില്ല, പക്ഷെ ഒരു 1-2 കവറിനകത്ത് ഉണ്ടായിരുന്നല്ലേ. 1-2 കവറിനകത്ത് 3-4 വെച്ച് 4-5 കവറിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു സംഭവം. ശരിയാണ്, സാധനം കുറച്ചധികം ഉണ്ടായിരുന്നു. പക്ഷെ ബോൾ വാങ്ങിച്ചു വിടുന്ന മുനിസിപ്പാലിറ്റി അല്ലല്ല, അത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് പോകുന്നുണ്ട്. സീനാണ്, റിസ്ക് ഒക്കെ ഉണ്ട്. ഇതേപോലെ നമ്മൾ പലയിടത്തും പോയപ്പോൾ വാങ്ങിയ 3 ബോൾ നമുക്ക് അവിടെ ഇരിപ്പുണ്ട്. 3 ബോള്, 4 ബാറ്റ്, 2 സ്റ്റമ്പ്. അല്ല, നമ്മള് ഈ കായികപരമായി നമ്മൾ ഭയങ്കര മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മള് കളിക്കില്ല.
ഓക്കെ. അപ്പൊ ഇതിപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സംഭവം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഫ്ലോപ്പ് അല്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ഇനി ഈ മാസം കഴിഞ്ഞ് ഈ മാസം നമ്മളിപ്പോ ഒരു ഇതല്ല, ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം പൂത്ത് കൊലച്ച് പഴുത്ത് വരും. എനിക്കൊന്ന് 2 ആഴ്ച അല്ലേ, 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ വിത്തിൻ 2 വീക്സിനുള്ളിൽ നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് അല്ലല്ലോ നമ്മൾ നേരത്തെ കയറിയ ഫാമില്ലേ അവിടെ നമ്മൾ പകല് കയറും. ആ ഫാമിലുണ്ട് തോന്നുന്നല്ലേ? അല്ല, ഫാമിൽ ഒരു വലിയൊരു മരമാണ്. അവിടെ നല്ല കാമ്പുള്ള മറ്റേ വല ഉണ്ട് താഴത്ത്, വൈറ്റ് മലയത് വലയാണ്. അത് നേരെ ഇട്ടിട്ട് നേരെ കുലുക്കി എടുത്തിട്ടാ സംഭവം കിട്ടും. റെഡിയാണ്. പക്ഷെ പ്രൈവറ്റ് ഫാം ആണ്, അവിടെ രാത്രി ആൾക്കാരെ കേറ്റൂല കേട്ടോ. ആ ഏരിയയിൽ ആരും വരാൻ നിൽക്കണ്ട. നമ്മൾ ചെന്നപ്പോഴേ 4 മാങ്ങ നിന്ന് നമ്മളെ പാക്ക് ആക്കി. പക്ഷെ മാങ്ങ കിട്ടി നമുക്ക്, മാങ്ങ കിട്ടി. മാങ്ങ കഴിച്ചു അവിടെയൊന്നുമില്ല. വാ പോര്. അത് തന്നെ കുറെ അവന്മാരുണ്ട്. അവന്മാരെ നമ്പർ കിട്ടുകയാണെന്ന് വിളിച്ചിട്ട് പറയാം. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, ഇൻഫർമേഷൻ പാസ്സാക്കുക. ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടു. എന്നിട്ട് അവൻ പറഞ്ഞു അവനക്ക് ലൊക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ദുബായിൽ നിന്ന് വണ്ടിയും വിളിച്ച് വന്ന വണ്ടി കാശ്, പെട്രോൾ കാശ് പോലും നമുക്ക് മുതലായില്ല. അവൻ പറയണേ, ഞാൻ DM ചെയ്തപ്പോൾ അവൻ പറയണേ ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. അവൻ പറഞ്ഞ എന്താണ്, ഇന്ന സ്ഥലത്ത് റാസൽ കെയ്മയിൽ ഭയങ്കര ഇതുണ്ട്, ഭയങ്കരമായിട്ട് ഇതാണ്, അവിടെ ലോക്കലോട് ചോദിച്ച് അറുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവൻ എന്ത് ചെയ്തു, ആ വീഡിയോ ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞ ശേഷം പറഞ്ഞു എന്താണ് ഇത് വേണ്ടവർ ഇന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് DM ചെയ്യാം. ഫോളോ ചെയ്ത് DM ചെയ്ത സമയത്ത് അവന് ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. ഒരു 1 hour കഴിഞ്ഞപ്പോൾ പറയുകയാണ് അവിടെ കുറച്ച് ലോക്കൽ സീനാക്കിക്കണേ, അതുകൊണ്ട് ഞാൻ വേറെ പുതിയ വ്ളോഗുമായിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ആൾക്കാർ ഈ കോണ്ടന്റ് കിട്ടാനായിട്ടുള്ള വെറും ഇതിനു വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അതന്നെ, പേരെടുത്ത് പറയുന്നില്ല. കുറച്ച് മലയാളി ആൾക്കാര്. നല്ലതായിരുന്നു. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇരിക്കാമോ? ഇരിക്കാൻ വയ്യ, പ്രായമായില്ലേ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മളെ ഒരു പുള്ളി നമുക്കറിയാവുന്ന മറ്റേ ചങ്ങായി അവീറിലുള്ള പുള്ളി ഒരു വ്ളോഗ് ചെയ്തൊരു പുള്ളി പറഞ്ഞു എന്ത് ഇത് കണ്ടില്ലേ ഭയങ്കര നല്ല മധുരം അത് എന്നൊക്കെ പറയും. ഞാൻ ലൊക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അഡ്രസ്സും ഇല്ല. മീൻസ് പ്രൈവറ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യരുത്, പൊതുവെ ഈ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന, മനസ്സിലായില്ലേ, ലോക്കലി എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം മാത്രം പിൻ ചെയ്ത് ഇടുക, അല്ലാതെ വേറെ മിസ് ഇൻഫർമേഷൻ ഒരിക്കലും കൊടുക്കാതിരിക്കുക. ഇത് ഈ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വലിയ സന്തോഷം, ഇത്ര അധികം കഴിക്കരുത്, വലിയ സന്തോഷം. ഒരെണ്ണം എനിക്കും അരമണിക്കൂറുണ്ട് ഇങ്ങനെ വലിയ ഇതില് അങ്ങനെ ചെയ്യരുത് കേട്ടോ. പച്ചയാണ് ഗൈസ്. ഇതോ ശരിക്കും ഇല്ലേ, ഇവിടെ ഇരിക്കാൻ ഈ ഏരിയയിൽ ഇരിക്കാൻ ഭയങ്കര ആക്ച്വലി ഈ സാധനമാണ്. ഇത് കിട്ടുന്നുണ്ടോ? യെസ്, ഇതാണ് ആക്ച്വലി. ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം മധുരം ഉണ്ട്. സാധനമാണ്. അതെ, നാട്ടില് കിട്ടുന്ന മുത്തുവിന്റെ വാക്ക് കട എടുത്തു കഴിഞ്ഞാൽ ഒതന്റിക് സാധനമാണ്. കവർപ്പ് ഉണ്ടാവും കേട്ടോ. പുളിയാണോ? ആക്ച്വലി ഇത് വലിയ മധുരം കാണത്തില്ല. പക്ഷെ ഫാമിന്ന് കിട്ടിയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചേട്ടാ നാക്ക് കാണിച്ചേ, ഫാമിന്ന് കിട്ടിയ തിന്നേന്റെ നാക്ക് കാണിക്കാം. അല്ല, ഫാമിന്ന് കിട്ടിയ തിന്നില്ലേ, നാക്ക് കാണിച്ചേ, കണ്ടോ നാക്ക് കാണിച്ചേ, കണ്ടോ? നമ്മൾ ഫാമിന്ന് കിട്ടിയായിരുന്നു കുറച്ച്. അപ്പം ഒരു അല്ല വേറെ കാര്യം എന്താ അറിയോ, എല്ലാവരും തീർച്ചയായിട്ടും ഈ വിത്ത് ഞാനിവിടെ മുളപ്പിക്കാനിടുകയാണ്. അടുത്ത വർഷം പൂത്ത് കാച്ചു കൊളിച്ചായിട്ട് ഇതിൽ നിന്നൊരു പഴം നിന്നിട്ട് വേണം എനിക്ക് മരിക്കാൻ. ലൊക്കേഷൻ കണ്ടോ? ആ മൈക്കൊന്ന് എടുത്ത് വെക്കാമോ? സാറ് പറയുന്ന ഒന്നും ഈ ഞാവൽപ്പഴമാണെന്ന് പറഞ്ഞ് മൈക്ക് കുഴിച്ചിട്ട് മാതൃകയായി യുവാവ്. റിയാലിറ്റി. നമ്മൾ ഓരോ മിസ് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഇത് പല ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പലരും ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങളിട്ട് നമ്മുടെ അവിടെ റിയാലിറ്റിയിലോട്ട് എത്തുമ്പോഴായിരിക്കും അതിൻ്റെ ആ കയ്പ്പ് മനസ്സിലാകുന്നത്. ഇപ്പം നമ്മൾ കഴിച്ചതില്ല, അതിൽ കയ്പ്പുണ്ടായിരുന്നു, അതുപോലത്തെ കയ്പ്പ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി പ്രീ പ്ലാൻ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ആദ്യം അവിടെയുള്ള ആൾക്കാരോട് വിളിച്ചു പറ്റുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് അവിടെ മറ്റേ പഴമൊക്കെ പൂത്തോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ടൊക്കെ മാത്രമേ വരാവുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നമാവും. ടോൾ ഫ്രീ നമ്പർ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം പക്ഷേ മറ്റേ ഓപ്പോസിറ്റ്
നിങ്ങൾ ആ മൈക്ക് അടുത്ത് വെച്ചിട്ട് പറയണം കേട്ടോ. നാലാമത്തെ പറയുന്നത് മരത്തിന് ഓരോ നമ്പർ എണ്ണി വെച്ചിട്ട് വേണം നമ്മൾ വരുമ്പോൾ പോകാനായിട്ട്. 1, 2, 3 ഇവിടുന്ന് തുടങ്ങണം. എന്നിട്ട് അവരോട് ചോദിക്കണം ആ 4-ാം നമ്പർ മരത്തിൽ ഒന്ന് ഇവിടുന്ന് കേട്ടോ. എങ്കിലും കറക്റ്റ് റൈറ്റ് സൈഡ്, റൈറ്റിന്ന് 4-ാമത്തെ തോന്നുന്നു. അല്ലത് നമ്മ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പോലീസുകാരാണെങ്കിലും ഇപ്പം ആൾക്കാർ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇതാണല്ലോ പ്രശ്നമാണല്ലോ. ആൾക്കാർ ആദ്യം പറിച്ചോണ്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇവിടെ ഞങ്ങൾ പറിക്കാൻ വന്ന സമയത്ത് വേറെ ഇവിടെ താഴെ കുറേ ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയില്ലേ? അതെ, അവൻ വീഡിയോ ഇട്ടു. പക്ഷെ അവൻ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞാണ് ഇട്ടത്. അതായത് സാധനം എല്ലാം ഇത് ഉണ്ടാകുന്നേ ഉള്ളൂ. ആക്ച്വലി മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വന്നിട്ട് അതിന്റെ കുമ്പും കായും എല്ലാം വലിച്ച് താഴെ ഇടും, ഒടിച്ച് താഴെ ഇടും. നമ്മളിവിടെ വന്നപ്പോഴും വേറെ കാര്യം എന്താ വെച്ചാല് പൊതുവെ മലയാളികളെ പ്രശ്നം നമ്മളടക്കമുള്ള എല്ലാവരും പ്രശ്നം അങ്ങോട്ട് കാണിക്കും മൊത്തം അങ്ങ് എന്ത് ചെയ്യും, അത് വിഷയമാക്കി കളയും. ഇപ്പൊ കണ്ടില്ലേ പുള്ളിയുടെ വീഡിയോ 2 ദിവസം മുന്നേ എന്തോ വന്ന എന്റെ പൊന്ന ഐശു മോളെ എങ്ങോട്ട് പോവാ കണ്ടോ ഐശു കഷ്ടപ്പെട്ട് ഐശു മുനിസിപ്പൽ എടുത്തോണ്ടിരിക്കുകയാണ്. കൊണ്ടുപോകും പൊന്നു മോളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാ എന്റെ അടുത്ത്. വേണ്ട വിട്ടേക്ക് വാ വാ വാ. ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നുണ പറഞ്ഞല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ട് എടുത്താണ് കവറുള്ള വീഡിയോ ഉണ്ട്. ഇത് കണ്ടോ 3-4 കവറിനകത്ത്. കൈ ഒന്ന് മാറ്റാമോ? ആ മൈക്കൊന്ന് വെച്ചിട്ട് പറ, അല്ലെങ്കിൽ അതിൽ നമ്മൾ കള്ളത്തരം പറഞ്ഞാന്ന് കരുതും. ഇത് കണ്ടില്ലേ, ഇതുണ്ടോ സെറ്റ് സാധനം അവിടെ. ആ ഓക്കെ, ഈ 3 കവർ നിറച്ച് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. വാങ്ങിയതല്ല, ഓ സോറി, പറിച്ചതാ. അത് വേണ്ട, മറ്റേ അതന്നെ. കണ്ടില്ലേ, ഇതെല്ലാം പൊളി നല്ല പഴുത്ത ഇപ്പുറത്താണ് കേട്ടോ. ഇതാണ് സംഭവം. അത് തന്നാ കണ്ടോ. അത് ആ മൈക്കൊന്നും ദേഹത്ത് വെക്കുവോ, അല്ലെങ്കിൽ വായിലൂടെ പിടിക്ക്. മൈക്ക് എടുത്ത് തിന്നിട്ട് സാധനം തുപ്പിക്കളയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇത് നമ്മള് അന്ന് വീഡിയോ എടുത്തു കേട്ടോ, ലാസ്റ്റ് ടൈം പോയപ്പോ കേട്ടോ. ലാസ്റ്റ് ടൈം നമ്മള് പോയപ്പോ എടുത്താണ്. മൈൻഡ് ഇതായി പോയി. അതേ കണ്ണാടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ പോവാണ്. എവിടെയൊക്കെ നമ്മൾ ഇനി അടുത്ത പോകുന്നത്? അപ്പൊ ഇത് ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് നമ്മൾ അടുത്തത് കാലിക്കറ്റ് ഡൗൺ ടൗൺ ഫുഡ് എവിടെയാണ്? കാലിക്കറ്റ് ഡൗൺ ടൗൺ പറയാനില്ല. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും അല്ല ഈ ഇടയായിട്ട് അല്ല അങ്ങനെയല്ല, ഇനി അടുത്തൊരു നല്ലൊരു വ്ളോഗുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതിനിടയ്ക്ക് നമ്മൾ കൺഫേം ആക്കിയ പോലെ ഒരു 2 വീക്സ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ സ്ഥലം നമ്മൾ വന്നിട്ട് ആണോ ഇവിടെ കൂടെ കയറി നോക്കാം, ജസ്റ്റ് ഉണ്ടെങ്കിലും പറഞ്ഞ പോലെ എല്ലാം സെറ്റാണ്. അല്ല നമുക്ക് ഇനി അപ്പം നമ്പർ സെറ്റാക്കണം. നമ്പർ സേവ് ചെയ്തിട്ടില്ല. ഈ നമ്പറൊക്കെ സെറ്റാക്കിന്. അപ്പോൾ ശരി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ വരുന്നു. അപ്പോൾ ഗൈസ് നമ്മളുടെ ഹത്തയില് ഞാവൽപ്പഴം പറിക്കാൻ വരുന്ന വ്ളോഗ് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഈ ബ്ലൂപ്പർ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതെന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ അല്ല, ഇതെന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ വീഡിയോസ് കണ്ട് പലയിടത്തും പോയി ഇങ്ങനെ 3G ആയിട്ട് തിരിച്ചു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ പറയാനുള്ളത് എന്ത് വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും, പ്രത്യേകിച്ച് ഇവിടെ എന്ത് വീഡിയോസ് ആണെങ്കിലും കണ്ടിട്ട് പെട്ടെന്ന് ചാടി പുറപ്പെടുന്നതിന് മുന്നേ അതെ അങ്ങനോടെങ്കിലും ഒന്ന് തിരക്കിയിട്ട് വരുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം റെഡി ആവും തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം, വരാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ബൈ 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 ബൈ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ കൊടുക്ക് ബൈ 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 ബൈ.